കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് വലിയ പരാതി വരുന്നു, വലിയ സമരങ്ങൾ വരുന്നു. കോട്ടയത്ത് കഴിഞ്ഞ ദിവസം ഒരു കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയി. ആരോഗ്യമന്ത്രിയെക്കുറിച്ച് താങ്കളുടെ വിലയേറിയ അഭിപ്രായം എന്താണ്? അതിൽ പ്രധാനമായിട്ട് ഞാൻ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ചിട്ട് ഒരു വിശകലനത്തിന് പോലും എനിക്കൊരു ആവശ്യം തോന്നിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇതിൽ മാത്രമല്ല, കോവിഡിൻ്റെ കാലത്ത് തുടങ്ങിയിട്ട് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശൈലജ ടീച്ചറായിരുന്നു ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. നല്ലവരാണെന്നുള്ള വലിയ പബ്ലിസിറ്റി കൊടുത്തിരുന്നു. കാരണം BBC പരസ്യം കൊടുത്തതിൻ്റെ പേരില്ല, BBC ചർച്ച അവരൊരു ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചിരുന്നു. ആ ഇൻ്റർവ്യൂയെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതാണ് വസ്തുതത്തിൽ. അത് ഇൻ്റർവ്യൂ സത്യത്തിൽ BBC നടത്തിയതാണോ സ്പോൺസേഡ് പ്രോഗ്രാമാണെന്നുള്ള അന്വേഷണം നടത്തേണ്ടതാണോ? അത്തരത്തിലുള്ള ഇൻ്റർവ്യൂ ആണ് അവർ നടക്കുന്നത്. അതിൻ്റെ പേരിൽ ഈ പറയുന്ന BBC തുടങ്ങിയിട്ടുള്ള ആളുകൾ അവർ തന്നെ കെട്ടിപ്പോക്കുന്ന ചില പരസ്യവാചകത്തിൻ്റെ പുറത്താണ് കേരളം ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്താവുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു വസ്തുത, ശൈലജ ടീച്ചറിൻ്റെ കാലത്ത് കേരളം നമ്പർ 1 ആയിരുന്നു, എഗ്രീഡ്, സമ്മതിച്ചു, വാദത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് പിണറായി വിജയൻ വിദേശത്ത് പോയത്? എന്തിനു വേണ്ടിയിട്ടാണ് VS അച്യുതാനന്ദൻ വിദേശത്തേക്ക് പോയത്? അവർക്കാർക്ക് ഈ നമ്പർ 1 കേരളത്തിൽ ചികിത്സിച്ചൂടെ? അവരാരും ചികിത്സിച്ചില്ലല്ലോ. അവരാരും ഇവിടെ ചികിത്സിക്കാതെ കണ്ട് വിദേശ രാജ്യത്ത് പോയത് ഇവിടെ നമ്പർ 1 എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണെന്ന് നല്ല ബോധ്യം വന്നിട്ടുള്ള ആളാണ് സാക്ഷാൽ VS അച്യുതാനന്ദൻ. അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ ഒരു കേരളത്തിൻ്റെ ഒരു തനിമ കാത്ത് സൂക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും ഇവിടുത്തെ ആരോഗ്യരംഗത്തെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുള്ള ആളല്ല. അങ്ങനെയുള്ള VS അച്യുതാനന്ദന് പോലും ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ മനസ്സിലാക്കിയത് വിദേശ രാജ്യങ്ങളിൽ പോയി എന്നാണ്. ആ വിദേശ രാജ്യത്ത് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അദ്ദേഹം പോയി, ശ്രീരാമകൃഷ്ണനൊക്കെ പോയി ഇല്ലേ? അങ്ങനെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. മന്ത്രിമാരിലൊക്കെ തന്നെ, മന്ത്രിമാരും സ്പീക്കർമാരും ഒക്കെ തന്നെ ഒരു കാലത്ത് എല്ലാ വിദേശ രാജ്യങ്ങളിലും കയറി ഇറങ്ങിയിട്ട് അവിടേക്ക് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവരൊക്കെ വിദേശത്ത് പോകാനുള്ള കാരണം കേരളത്തിൻ്റെ ആരോഗ്യരംഗം വളരെ മോശമാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ഉറപ്പാണ്. ഒരു സംശയം അവർക്കില്ല. അതിന് പേരിൽ അവർ പോയത്. ഇപ്പോഴത്തെ പ്രശ്നം ലേറ്റസ്റ്റ് അത് മാത്രമല്ല, അതിനേക്കാളും രൂക്ഷമാണ്. ശൈലജ ടീച്ചറിന് മിനിമം ഒരു ഒന്നാന്തരം PR അവർക്ക് ഉണ്ടായിരുന്നു, നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടായിരുന്നു. ആ പബ്ലിക് റിലേഷനെ പുറത്ത് അവരെ അംഗീകരിക്കാൻ വേറെ വല്ലതും തയ്യാറായിരുന്നു. ഇന്നത്തെ പ്രശ്നം അതല്ല. ഇവര് സംഗതി മാധ്യമപ്രവർത്തകയാണെങ്കിലും ഈ മാധ്യമപ്രവർത്തകയ്ക്ക് ഒരു കാരണവശാലും ആരോഗ്യരംഗത്തെ പരിപാലിക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ അവരെ സംബന്ധിച്ചില്ല. അവർ അതിനകത്ത് ശ്രദ്ധിക്കുന്നില്ല. P1 2 അവർ പറയുന്നുണ്ട്, ഇവിടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞു, അതിനകത്ത് ആരും ഇല്ലാന്ന് ഇവർ ആദ്യം കയറി പറഞ്ഞു. ഇത് പറയാൻ ഇവരാരാ? ഇവർക്ക് എന്ത് ബോധം ഉണ്ടായിട്ട് ഇവരത് പറയുന്നത്? ഇവരെ കുറിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇവർക്ക് ആരാ റിപ്പോർട്ട് കൊടുത്തത്? ഇവരെ പറ്റിച്ചതല്ലേ? ഇവരെയും വാസവനെയും അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരും ഹോസ്പിറ്റൽ സൂപ്രണ്ട് രവീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇവരെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഈ കേൾക്കുന്ന സമയത്ത് പറ്റിക്കലിന് നിന്നു കൊടുക്കുന്ന ആളുകൾ, അത് കഴിഞ്ഞ് രവീന്ദ്രൻ്റെ ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു, ഇതിനകത്ത് എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കാമെന്ന്. ഇയാളാരെ ഏറ്റെടുക്കാനായിട്ട്? ഹോസ്പിറ്റൽ സൂപ്രണ്ട്. അയാളെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇയാളെ കുറ്റകരമായിട്ടുള്ള ഇയാളുടെ വലിയ പ്രശ്നം, ഇയാൾക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണം. രവീന്ദ്രനെതിരായിട്ട്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെതിരായിട്ട്. അയാൾ വാസവന്റെ കൂടെ ആ ബിന്ദു മരിച്ചെടുത്ത് ബിന്ദുവിന്റെ മരണ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ബിന്ദുവിന്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഞങ്ങൾ അങ്ങോട്ട് ഏറ്റെടുക്കുന്നു. ഇതൊക്കെ പറയാൻ ഒരു ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് എന്ത് അധികാരമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരെ കാല് തടവിക്കൊണ്ടിരിക്കുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥന്മാര്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കീഴ്പ്പെട്ടു പോയി എന്നുള്ളതാണ് വീണ ജോർജിന്റെ ഏറ്റവും വലിയ ദുര്യോഗം. ശരിക്കതാണ്. സ്വതവേ അവര് ആരോ പറയുന്നവർ പണ്ടേ ദുർബലയാണ്, പിന്നെ ഗർഭിണി കൂടിയായുള്ള അവസ്ഥയാണ് വീണ ജോർജിനുള്ളത്. അവർക്ക് പണ്ടേ വിവരമില്ല. വിവരമില്ലാത്ത ഒരാള് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് മാത്രം കേട്ടുകൊണ്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്ന സമയത്താണ് അവർ ഈ പറയുന്ന ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് ദുരന്തം ഉണ്ടാവുന്നത്. ഈ പറയുന്ന മെഡിക്കൽ കോളേജിന് ഏകദേശം മെയ് മാസം 24, 25 മറ്റൊരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ തുറന്നു കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു, ഇത് അടച്ചുപൂട്ടിയിടണമെന്ന് തീരുമാനിച്ചിരുന്നു. ഇതെങ്ങനെ വീണ ജോർജിന് എന്തുകൊണ്ട് മനസ്സിലായില്ല? എന്തുകൊണ്ട് ഇത് അടച്ചുപൂട്ടിയിട്ടില്ല? അടച്ചുപൂട്ടിയിടാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് എന്തുകൊണ്ട് നടപടി ഇന്നേ ദിവസം വരെ എടുത്തിട്ടില്ല? അപ്പൊ അങ്ങനെയൊക്കെ ഒരു സമയത്ത് അതിനെ ഈ പറയുന്ന അടച്ചുപൂട്ടിയിടേണ്ട പ്രദേശത്ത് നിന്നുകൊണ്ട് ആളുകളെ ചികിത്സ ഏർപ്പെടുത്തിയിരുന്നു. അവിടെ ജൂനിയർ ഡോക്ടർമാരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ കിടക്കുന്ന രോഗികളായിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ കുളിക്കാൻ പോയിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ ബാത്റൂം ടോയ്ലറ്റുകൾ യൂസ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നാളുകളായിട്ട് ഈ പറയുന്ന ടോയ്ലറ്റ്സും അവിടെയുള്ള ഹോസ്പിറ്റൽ വാർഡും ഒക്കെ തന്നെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മന്ത്രിക്ക് അറിഞ്ഞുകൂടാ? ഇത് സൂപ്രണ്ടിന് കൃത്യമായിട്ട് അറിയാം.
അയാൾ ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ പറ്റിക്കലിന് വശമതിയായി എന്നുള്ളതാണ് മന്ത്രി ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. ഒരു മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രിയുടെ കഴിവുകേടിന് ലക്ഷണമാണ്. പഴയകാലത്ത് നമ്മൾ പറയാറുണ്ട്, മന്ത്രിമാരിൽ കെയർ ഗൗരിയമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഗൗരിയമ്മ ഒരു ഓഫീസിൽ ചെന്നാൽ ഓഫീസിന് സൂപ്രണ്ട് അവിടെ അവരെ കാണാൻ വേണ്ടിയിട്ട് വരും. അവർക്ക് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സംബന്ധിക്കുന്ന നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നു. ഇത് വീണ ജോർജിനെ വിവരമില്ല. കാരണം വീണ ജോർജ് മാനേജ്മെന്റ് കോട്ടയിൽ കയറിയ ആളാണ്. മാനേജ്മെന്റ് കോട്ടയിൽ കയറിയിട്ട് MLA സ്ഥാനം കരസ്ഥമാക്കിയിട്ട് മന്ത്രിസ്ഥാനം കരസ്ഥമാക്കിയ ആളാണ്. കാരണം അവരുടെ ഭർത്താവ് ഏതോ ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവാണ്, ഏതൊരു സഭയുടെ. ഈ സഭയുടെ സംസ്ഥാന നേതാവിന് ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന പോസ്റ്റാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിസ്ഥാനം. അതിനപ്പുറത്ത് അവർക്ക് ആരോഗ്യത്തെക്കുറിച്ചൊന്നും അറിയില്ല. അവർക്ക് എന്തിനെക്കുറിച്ചെങ്കിലും അറിയാമെന്ന് എനിക്കറിയില്ല. അവർക്ക് എന്തിനെക്കുറിച്ചെങ്കിലും അറിയാമെന്നുള്ള ആക്ഷേപമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. ഏതാണെങ്കിലും അത് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ഒരു കാലത്ത്, അടുത്ത കാലത്തൊന്നും കേരളം നമ്പർ 1 ആയിട്ടില്ല കേട്ടോ. അടുത്ത കാലത്തൊന്നും കേരളം ശൈലജ ടീച്ചറിന്റെ കാലത്തും ആയിട്ടില്ല, ഈ പറയുന്നവരുടെ കാലത്തും ആയിട്ടില്ല. പക്ഷേ അപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അനിഷ്ട സംഭവം നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതിനുശേഷം നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, അവിടെ സമരം നടത്തുന്നു, ധർണ നടത്തുന്നു. അവർ ചെയ്യുന്ന പണി എന്താ? മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വാഹനങ്ങൾ തടയുക. അവിടെ ചികിത്സയ്ക്കെത്തി തിരിച്ചു പോകുന്ന വാഹനം അവരുടെ ദേഹത്ത് തട്ടിയെന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഗ്ലാസ് തല്ലി പൊളിക്കുക. 2026 ഈ ഇലക്ഷൻ കണ്ട് നടത്തുന്ന രാഷ്ട്രീയ നാടകമല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്ന വല്ല ആത്മാർത്ഥത അവർക്കുണ്ടോ? ഇല്ല, അതിനകത്തൊരു ആത്മാർത്ഥതയില്ല. കാരണം ഇന്നിപ്പോൾ അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ സമരങ്ങൾക്കും ഒരു ഇടതുപക്ഷ സ്വഭാവമുണ്ട്. പഴയകാലത്ത് മഹാത്മജിയുടെ സമരം ഇവർ കടമെടുക്കുകയാണ്. മഹാത്മജിയുടെ സത്യഗ്രഹ സമരം ഇവർ കടമെടുക്കുന്ന സമയത്തും ഇവർക്ക് ഒരു ഇടതുപക്ഷ സ്വഭാവമാണുള്ളത്. ഈ ഇടതുപക്ഷ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരും ചെയ്താലും കോൺഗ്രസ്സുകാരും ചെയ്താലും BJP-കാരും ചെയ്താലും ഒരേ സമരരീതിയാണ് കേരളത്തിലുള്ളത്. എല്ലാവരും യുവജനങ്ങളെ കൊണ്ട് സമരം ചെയ്യിക്കുന്നു. ആ യുവജനങ്ങൾ പോലീസ് അവിടെ ഒരു ബാരിക്കേഡ് കെട്ടി നിർത്തുന്നു. അവിടേക്ക് ഇവരങ്ങോട്ട് ഓടിപ്പാഞ്ഞ് ചെല്ലുന്നു. അവിടെ ഓടിപ്പാഞ്ഞ് ചെല്ലുന്ന സമയത്ത് മറ്റവർ അവിടെ കുറച്ച് ജലവീരങ്കിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന് വെള്ളം കൂടി ചീറ്റിക്കുന്നു. ഇവർ നേരെ അവിടെ കമന്ന് കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരൊക്കെ അങ്ങ് എഴുന്നേറ്റ് പോകണു. ഇവരുടെ കാറിൽ പുതിയ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ആ പുതിയ ഡ്രസ്സ് വെച്ചിട്ട് ആ വസ്ത്രം ഉപയോഗിക്കാതെ കണ്ട് ഈ പറയുന്ന നനഞ്ഞ വസ്ത്രവുമായിട്ട് വീട്ടിൽ പോയിട്ടുള്ള ഏതെങ്കിലും നേതാവിൻ്റെ പേര് പറയട്ടെ. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ശുദ്ധമായിട്ടുള്ള തട്ടിപ്പാണ്. ഈ പറയുന്ന മെഡിക്കൽ കോളേജിന്റെ പ്രശ്നത്തിനകത്ത് ഒരു പരിഹാരത്തെക്കുറിച്ച് ഇവർക്ക് താല്പര്യമില്ല. ഇവർക്കാർക്ക് അതിനകത്ത് മോഹമില്ല. ഈവൻ ടു ചാണ്ടി ഉമ്മനടക്കം ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഭാഷയല്ലല്ലോ അവിടെ സംസാരിക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള വിഷയങ്ങളിൽ പരിഹാരം കാണണമെങ്കിൽ രാഷ്ട്രീയത്തിനുപരിയായിട്ട് ചിന്തിക്കണം. അവിടെ പരിഹാരമാണ് ആവശ്യം. കാരണം ഈ കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളും മോശമാണെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. ഇത് മോശമായത് നേരിട്ട് കേരള സർക്കാരിൻ്റെ പിന്തുണയുള്ള അവരുടെ ചില ഏമാനന്മാർ നോക്കുന്നത്, അവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് നോക്കുന്നത് ഈ സ്ഥാപനങ്ങളാണ് മോശം. മെഡിക്കൽ കോളേജ് മോശമായിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കാണ്. അവിടുത്തെ അവർ നിയമിച്ചിരിക്കുന്ന പിൻവാതിൽ നിയമനം ലഭിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് ബാധ്യത. സർക്കാരിന് കേരളത്തിലെ എനിക്കറിയാവുന്ന നിരവധി സർക്കാർ ആശുപത്രികളിലും അവിടെയുള്ള ഏറ്റവും കൂടുതൽ സേവന തൽപരരായിരിക്കുന്ന ഡോക്ടർമാരുടെ കേരളത്തിലുണ്ട്. ഈ പറയുന്ന ആളുകളെ വെച്ച് പോലും മുതലെടുക്കാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്യുന്നത്. അവരെ വെച്ചിട്ട് ഒരു മുതലെടുക്കാൻ എടുത്ത് പ്രതിപക്ഷം ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ രംഗം പൊതുവെ തകർന്നിരിക്കുകയാണ്. ഇനി അത് കൂടുതൽ തകരും. ഒരു വലിയ അഴിമതിയുടെ കൂത്തരങ്ങാണ്. അവിടെ ഏതൊക്കെ മരുന്നുകളാണ് മേടിക്കുന്നതെന്നറിയില്ല. സാധാരണക്കാരൻ്റെ മരുന്നുകൾ കിട്ടുന്നില്ല. എനിക്കൊരൊറ്റ സംശയം മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യവകുപ്പ് ഏറ്റവും മികച്ചതാണെന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ധൈര്യസമേതം പറയാൻ സാധിക്കുമോ, എനിക്കൊരു അസുഖം വന്നാൽ ഞാൻ വിദേശത്ത് പോകില്ല? നമ്മളിവർ ഓർക്കേണ്ട വസ്തുത, പണ്ട് സുഷമ സ്വരാജ് പറഞ്ഞിരുന്നു. അവർ വിദേശകാര്യ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അവരോട് വിദേശത്ത് പോയിട്ട് ചികിത്സിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചികിത്സിക്കുന്നില്ല. കാരണം ഞാൻ ചികിത്സിക്കാൻ പോയാൽ കൊടുക്കുന്ന സന്ദേശം മറ്റൊന്നാണ്. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി വിദേശ രാജ്യത്ത് പോയിട്ട് ചികിത്സിച്ചാൽ അത് ഇന്ത്യയിലെ ചികിത്സാ സമ്പ്രദായം മോശമാക്കും എന്ന് പറഞ്ഞ ഒരു വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ ഇന്ത്യയിലുണ്ടായിരുന്നു സുഷമ സ്വരാജ്. മറിച്ചാണ് വീണ ജോർജിന് പറയാൻ സാധ്യമല്ല. ഈ പറയുന്നത് ദുരന്തമുണ്ടായിരുന്ന സമയത്ത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങോട്ട് അമേരിക്കയിലേക്കാണ് ഓടിക്കളഞ്ഞത്. അവിടെ പോയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി പോവാണ്. കേരളത്തിൽ MLA-മാരുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ അടക്കമുള്ള ഒരു MLA-ക്ക് അഭിമാനത്തോടുകൂടി കൊണ്ട് തൻ്റെ ഇടത്തോട് പറയാൻ ധൈര്യമുണ്ടോ, ഞാനിവിടുന്ന് വിദേശത്ത് ചികിത്സയ്ക്ക് പോവില്ല?
ഇവരെല്ലാവരും ചികിത്സയ്ക്ക് പോകുന്ന വിദേശത്താണ്. ഇവർ സർക്കാരിൻ്റെ പണം പറ്റിക്കൊണ്ടാണ്, നമ്മുടെ പണം പറ്റിക്കൊണ്ടാണ്, നമ്മളെ പറ്റിക്കുന്നവരാണ്, ഇവർ വഞ്ചകരാണ്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ ഒരു പുനർനിർമ്മാണം അനിവാര്യമാണ് ശരിക്കത്. അതിന് എല്ലാ സാഹചര്യം നിലവിലുണ്ട്. വളരെ സത്യസന്ധരായിരിക്കുന്ന നിരവധി ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖല. പക്ഷേ നിർഭാഗ്യവശാൽ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് തുടങ്ങി മേലേക്കുള്ള ആരോഗ്യവകുപ്പിൻ്റെ ചുമതലപ്പെട്ട ആളുകളും മന്ത്രി അടക്കമുള്ള ആളുകൾ, പ്രതിപക്ഷ രംഗത്തിരിക്കുന്ന പ്രശസ്തരായിരിക്കുന്ന ആളുകളടക്കം ഇവർക്കാർക്കും സത്യസന്ധത തൊട്ട് തെറിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന മെഡിക്കൽ കോളേജിൻ്റെ ദുരന്തത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്.